രാജ്യസഭാ സീറ്റ് നിർണയത്തിൽ കുഴഞ്ഞ എൽഡിഎഫ് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും സിപിഐ കേരള കോൺഗ്രസ് നേതൃത്വങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരു പാർട്ടികളും. എന്നാൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് സിപിഎം നേതൃത്വം സിപിഐയോട് ആവശ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചകൾക്ക് വേണ്ടിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയത്. സിപിഐയുമായിട്ടായിരുന്നു ആദ്യഘട്ട കൂടിക്കാഴ്ച. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അദ്ദേഹം അസംയുക്തമായി രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക സിപിഎം നേതൃത്വം സിപിഐയെ അറിയിച്ചു. അതായത് രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണി വിട്ടുപോകുന്ന തരത്തിലേക്കുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കേരള കോൺഗ്രസ് എം കടന്നേക്കുമെന്ന ആശങ്കയാണ് അറിയിച്ചത്. പക്ഷേ അത് തങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ഞങ്ങൾ സിപിഐയും സിപിഎമ്മും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം ഇപ്പം കഴിഞ്ഞു. അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും. സീറ്റ് സിപിഐക്ക് തന്നെ കിട്ടുമോ? സിപിഐക്ക് കിട്ടിയേ തീരൂ. വിട്ടുവെച്ചില്ലല്ലോ. ചില കാര്യങ്ങൾ വിട്ടുവെച്ച് പറ്റില്ല. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. അവരും ക്യാബിനറ്റ് പദവി എന്ന സിപിഎം മുമ്പോട്ട് വെച്ച മറ്റ് ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്ന സാഹചര്യമല്ല ഉണ്ടായത്. രാജ്യസഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് തന്നെ വേണം, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം മുന്നണി വിട്ടേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നും യുഡിഎഫിൽ നിന്ന് തങ്ങളെ പുറത്താക്കിയതാണ് എന്നും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് അന്നു മുതൽ തന്നെ അറിയാവുന്ന കാര്യമാണെന്നും പിന്നീട് രാഷ്ട്രീയമായി അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും കോട്ടയത്തെ തോൽവിയുടെ പേരിൽ മുന്നണി മാറുന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ? കേരള കോൺഗ്രസിനെ UDFിൽ നിന്ന് പുറത്താക്കി അല്ലേ? അതാണല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കൊരു സംശയമില്ലല്ലോ. ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നത്. ആ പുറത്താക്കിയതിനു ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു. ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നിൽ മാറ്റുക എന്നുള്ളതാണ്. എന്തായാലും ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 LDFിന് വിജയിക്കാനാവുക. അതിൽ ഒരേ നിലപാടിൽ ഉറച്ച് സിപിഐയും സിപിഎമ്മും തങ്ങൾക്ക് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ LDFിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകും. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്യാബിനറ്റ് പദവിയും രാജ്യസഭാ സീറ്റുമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് RJDയും ശക്തമായ സമ്മർദ്ദവുമായി LDFിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് LDFിന് മുമ്പിൽ വലിയൊരു സമ്മർദ്ദമായി തന്നെ മാറിയിരിക്കുകയാണ്. എന്തായാലും തിങ്കളാഴ്ച രാജ്യസഭാ സീറ്റ് ആർക്ക് കൈമാറണമെന്ന കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാകും. സിപിഐ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ സിപിഐയെ മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് കൈമാറുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായാൽ അത് അക്ഷരാർത്ഥത്തിൽ LDFിനുള്ളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.